ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇഷിതേനെ അന്വേഷിച്ചിട്ട് കാണാതാകുമ്പോൾ തിരികെ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും അവൾ വരട്ടെ, ചിലത് തീരുമാനിക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇഷിത കുറച്ച് കഴിയുമ്പോൾ വരികയാണ്. അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇഷിതനോട് ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞില്ല കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് ആരോടും പറയാനായിട്ട് ഇഷിത തയ്യാറാവുന്നില്ല. ഇത് കാണുമ്പോൾ സ്വപ്നവല്ലിക്ക് ദേഷ്യം വന്ന സ്വപ്നവല്ലിയും ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോഴും ഇഷിത കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരും ഇഷിതനെ വഴക്ക് പറയുകയാണ്. നീ അങ്ങനെ ആരോടും പറയാതെ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഇഷിതൊന്നും പറയുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇനി മേലിൽ അങ്ങനെ ചെയ്യരുത്, മഹേഷിനോടോ രാമനാഥനോടൊക്കെ വിളിച്ച് പറയാതെ പുറത്ത് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് ആദിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുന്നത്. ആദിക്ക് ആ പഴയ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഇഷിതയാണ് തൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് ഇഷിതിനെ കൂടി വന്ന് കെട്ടിപ്പിടിക്കാൻ തന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇഷിത ആദിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. ഇതേസമയം ആകാശും അതുപോലെ തന്നെ രജനിയും കൂടിയിട്ട് ആകെ ടെൻഷനാണ്. ആദിയുടെ ശബ്ദം കേൾക്കണം, എനിക്ക് എന്തായാലും അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് വിളിച്ചെന്ന് ഒരു ശബ്ദം ഒന്ന് കേൾക്കണം എന്നൊക്കെ പറയാൻ പോവുകയാണ്. പക്ഷേ ആകാശിൻ്റെ മനസ്സിലാണെങ്കിൽ നേരിയൊരു ഓർമ്മയുണ്ട് തൻ്റെ വണ്ടി തട്ടിയിട്ട് ആദി വീഴുന്നത്. പക്ഷേ ആകാശത് പറയുന്നില്ല. അങ്ങനെ സ്കൂളിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ ആദി അവിടെ ചെന്നിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. വണ്ടിയിൽ ആദി ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ കേട്ടോട് കൂട്ടിയിട്ട് രജനിയും ആകാശും ഒക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ്. ആദിക്ക് എന്ത് പറ്റിയെന്ന് ആകാശ് അങ്ങനെ ആലോചിക്കുകയാണ്. തൻ്റെ വണ്ടി തെറ്റി ആദിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇഷിതര പ്രവൃത്തികളിൽ എല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങിയിരിക്കുകയാണ്. നേരം വൈകി വരുന്നതും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മഹേഷിന് വരെ ദേഷ്യം വരികയാണ്. ഇഷിതര മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തൻ്റെ വണ്ടി തെറ്റിയിട്ടാണ് ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതുകൊണ്ട് ആ കുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ആരും അറിയരുതെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഇഷിത നടക്കുന്നത്. പക്ഷേ സ്വപ്നവല്ലി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ മഹേഷ് എത്രയും പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്.